മാങ്ങ പഴുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. എന്തിനാണെന്നറിയോ? നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള ആ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് മാങ്ങ കൊണ്ടൊരു അടിപൊളി റെസിപ്പി. ഇനി അതെന്താണെന്ന് നോക്കിയാലോ? അപ്പോൾ നന്നായി പഴുത്ത സേലം മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടായൊരു പാനിലേക്ക് ഇട്ട് തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 വലിയ ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ പഞ്ചസാര അലിഞ്ഞതിന് ശേഷം അതിൽ ഈ മാംഗോ കഷ്ണങ്ങൾ വെന്ത് വരണം. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് മാംഗോ കഷ്ണങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീം 1/2 ലിറ്റർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ അടിച്ച് വെച്ച മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ പഞ്ചസാരയിൽ വേവിച്ചെടുത്ത മാംഗോ പീസസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്ത് അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത്, ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്, അതിൻ്റെ മൂടി വെച്ച് ഞാൻ നന്നായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതായത് ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയത്. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഐസ്ക്രീം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൽബ തയ്യാറാക്കിയപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ മാംഗോ ഐസ്ക്രീം തയ്യാറാക്കിയത്. ഇപ്പോൾ സീസൺ ആണല്ലോ, ചക്ക മാങ്ങ ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ ഹെൽത്തി ആയിട്ടാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ.